വേടനെതിരെ ഒരു ഡോക്ടർ പരാതി വന്നിട്ടുണ്ടായിരുന്നു, ബലാത്സംഗം ചെയ്തു എന്ന രീതിയിൽ. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വേടനും പ്രതികരിച്ചിട്ടുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അതായത് കോട്ടയം സ്വദേശിനിയായ കൊച്ചിയിൽ ജോലി ചെയ്യുന്ന വനിതാ ഡോക്ടറാണ് ഈ വേടൻ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞിട്ട് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. തൃക്കാക്കര സ്റ്റേഷൻ പരിധിയിലെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാണ് ഈ പരാതി കൊടുത്തിരിക്കുന്നത്. 1.5 വർഷത്തിലധികം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളതാണ് അവരുടെ പരാതിയുടെ പ്രധാനപ്പെട്ട ഭാഗം. അപ്പോൾ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വേടനെതിരെ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ വേടൻ ഇതിനോട് പ്രതികരിച്ചത് ഇത് ആസൂത്രിതമായ ഒരു നീക്കം മാത്രമാണ് തനിക്കെതിരെ, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതിന് നിയമപരമായിട്ട് നേരിടും എന്ന് പറഞ്ഞിട്ടാണ് വേടൻ അതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇനി ഇവർ കൊടുത്ത പരാതിയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഈ യുവതി പറഞ്ഞ പരാതിയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. യുവതിയുടെ ഫ്ളാറ്റിലെത്തിയാണ് ആദ്യം വേടൻ ബലാത്സംഗം ചെയ്തതാണ് പരാതിക്കാരി വ്യക്തമാക്കുന്നത്. വേടൻ ബന്ധത്തിൽ നിന്നും പിന്മാറിയതോടെ താൻ മാനസികമായി തകർന്നു പോയെന്നും യുവതി പരാതിയിൽ പറയുന്നു. തന്നെ സാമ്പത്തികമായും വേടൻ ചൂഷണം ചെയ്തെന്നും യുവതി പരാതിയിൽ പറയുന്നുണ്ട്. 2021 ഓഗസ്റ്റിൽ കോഴിക്കോട് കോവൂരിലുള്ള ഫ്ളാറ്റിൽ വെച്ചാണ് വേടൻ ആദ്യം തന്നെ ബലാത്സംഗം ചെയ്തത് എന്നാണ് ഈ ലേഡി ഡോക്ടർ പരാതിയിൽ പറയുന്നത്. പിന്നീട് വിവാഹം കഴിച്ചു കൊള്ളാമെന്ന് വിശ്വസിപ്പിച്ചെന്നും 2023 മാർച്ച് വരെ പലവട്ടം ലൈംഗികമായി ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നു. PG ചെയ്യുന്ന സമയത്താണ് ഡോക്ടർ വേടനുമായി പരിചയപ്പെടുന്നത്. 2021 ഏപ്രിലിൽ ഇൻസ്റ്റാഗ്രാം വഴിയാണ് വേടനെ ഞാൻ പരിചയപ്പെട്ടത് എന്നാണ് ഡോക്ടർ വ്യക്തമാക്കിയത്. ഇൻസ്റ്റാഗ്രാം വഴി പങ്കുവെച്ച ഇൻ്റർവ്യൂകളും പാട്ടുകളും കണ്ട് ആകൃഷ്ടയായി യുവതി മെസ്സേജ് അയക്കുകയായിരുന്നു. പിന്നീട് ഇരുവരും ഫോൺ നമ്പറുകൾ കൈമാറി. തന്നെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും വേടൻ പറഞ്ഞിരുന്നതായി യുവതി പരാതിയിൽ പറയുന്നു. പരിചയപ്പെട്ട ശേഷം പരസ്പരം ഫോണിലൂടെ സ്ഥിരമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഫേസ്ബുക്ക് പേജിലൂടെ വന്ന ഒരു പോസ്റ്റിനെ കുറിച്ച് സംസാരിക്കാനുണ്ടെന്നും കാണണമെന്നും പറഞ്ഞ് വേടൻ യുവതിയെ ഫോണിൽ വിളിച്ചു. ഉച്ചയോടെ വേടൻ യുവതി താമസിച്ച ഫ്ളാറ്റിലെത്തി. സമൂഹ മാധ്യമത്തിൽ വന്ന പോസ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ ചുംബിച്ചോട്ടെ എന്ന് ചോദിച്ചു. താൻ സമ്മതിച്ചുവെന്നും യുവതിയുടെ മൊഴിയിലുണ്ട്. ചുംബിച്ചതിന് പിന്നാലെ പെട്ടെന്ന് വേടൻ തന്നെ കിടക്കയിലേക്ക് തള്ളിയിട്ടു. സമ്മതമില്ലാതെ ബലാത്സംഗം ചെയ്തു. ഇത് ചോദിച്ചതോടെ വിവാഹം കഴിച്ചോളാമെന്ന് പറഞ്ഞുവെന്നാണ് പരാതിയിൽ വിശദീകരിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം 3 ദിവസം കഴിഞ്ഞാണ് വേടൻ യുവതിയുടെ ഫ്ളാറ്റിൽ നിന്ന് പോയത്. പിന്നീട് ഇരുവരും ബന്ധം തുടർന്നു. 2021 ഡിസംബറിൽ തൻ്റെ പുതിയ പാട്ടിറക്കാൻ വേടൻ യുവതിയോട് 10,000 രൂപ ആവശ്യപ്പെട്ടു. 2021 മുതൽ 2023 വരെ പലവട്ടമായി 30,000-ലേറെ രൂപ നൽകിയിട്ടുണ്ടെന്നും യുവതിയുടെ പരാതിയിലുണ്ട്. പലവട്ടം വേടന് യാത്ര ചെയ്യാനുള്ള ട്രെയിൻ ടിക്കറ്റും ഞാനാണ് ബുക്ക് ചെയ്തത്. പല പ്രാവശ്യമായി 8,356 രൂപയുടെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നൽകിയിട്ടുണ്ട്. 2022 മാർച്ച് ജൂൺ മാസങ്ങളിൽ പല ദിവസങ്ങളിൽ വേടൻ തൻ്റെ ഫ്ളാറ്റിൽ തങ്ങിയിട്ടുണ്ടെന്നും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്നും പരാതിയിൽ വിശദീകരിക്കുന്നു. പഠനം പൂർത്തിയാക്കിയ ഡോക്ടർ 2022 ഓഗസ്റ്റിൽ കൊച്ചിയിൽ ജോലിയിൽ പ്രവേശിച്ചു. കൊച്ചിയിൽ താമസിച്ചിരുന്ന ഫ്ളാറ്റിലും വേടനെത്തി ദിവസങ്ങളോളം താമസിച്ചു. 2023 മാർച്ചിൽ വേടൻ്റെ കൂട്ടുകാരൻ്റെ കൊച്ചിയിലെ വീട്ടിൽ വെച്ചും തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നും യുവതിയുടെ പരാതിയിലുണ്ട്. 2023 ജൂലൈ 14 കൊച്ചിയിലെ ഹോട്ടലിൽ സംഗീത നിശയിൽ പങ്കെടുക്കാനായി വീണ്ടും വരുമെന്ന് പറഞ്ഞാണ് വേടൻ അന്ന് മടങ്ങിയത്. എന്നാൽ പറഞ്ഞ ദിവസം വേടൻ എത്തിയില്ല. ഇതോടെ വേടൻ്റെ സുഹൃത്തുക്കളായ ഋഷി, ഡാപ്സി, അയൂബ എന്നിവരെ വിളിച്ചിരുന്നുവെന്നും യുവതി വെളിപ്പെടുത്തി. വേടനോട് തന്നെ വിളിക്കാൻ ഞാൻ അവരോട് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് യുവതി ഫോൺ ചെയ്യുമ്പോൾ കൂട്ടുകാർ ഫോൺ എടുത്തില്ല. ജൂലൈ 15 രാവിലെ യുവതിയുടെ ഫ്ളാറ്റിൽ വേടനെത്തി. വേടൻ്റെ 3 സുഹൃത്തുക്കളും ഫ്ളാറ്റിലുണ്ടായിരുന്നു. വളരെ ദേഷ്യത്തിലെത്തിയ വേടൻ തന്നോട് മോശമായി പെരുമാറിയെന്നും താൻ ടോക്സിക് ആണെന്നും മറ്റുള്ള പെൺകുട്ടികളുമായി സെക്സ് ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്നും വേടൻ സുഹൃത്തുക്കളോട് പറഞ്ഞുവെന്നാണ് യുവതി ആരോപിക്കുന്നത്. തുടർന്നും നമുക്ക് പിരിയാമെന്ന് പറഞ്ഞ് വേടനും സുഹൃത്തുക്കളും ഫ്ളാറ്റ് വിട്ടുപോയി. ഉടൻ തന്നെ ഫോൺ ചെയ്തതോടെ പിന്നീട് സമാധാനമായി സംസാരിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. പിന്നീട് പലവട്ടം വേടനെ വിളിച്ചെങ്കിലും വേടൻ ഫോൺ എടുത്തില്ലെന്നും പരാതിയിൽ പറയുന്നു. വേടൻ ബന്ധം അവസാനിപ്പിച്ചു പോയത് കടുത്ത മാനസിക സംഘർഷത്തിലാക്കിയെന്നും ചികിത്സ തേടേണ്ടി വന്നുവെന്നും യുവതി പറയുന്നു. വേടൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു താനെന്നും ആളുകൾ എങ്ങനെ പ്രതികരിക്കും എന്ന ഭയം കൊണ്ടാണ് താൻ മൊഴി നൽകാൻ വൈകിയതെന്നും യുവതി വിശദീകരിക്കുന്നു. വേടൻ ദുരുപയോഗം ചെയ്തതായി യൂട്യൂബ് ചാനലിലൂടെ ഒരു പെൺകുട്ടി വെളിപ്പെടുത്തിയ പോസ്റ്റ് കാണാനിടയാവുകയും അടുത്തിടെ തൻ്റെ ആദ്യ പ്രണയമെന്ന് പറഞ്ഞ് പങ്കുവച്ച വീഡിയോയും കണ്ടതോടെയാണ് തൻ്റെ ദുരനുഭവം വെളിപ്പെടുത്താൻ തയ്യാറായതെന്ന് പെൺകുട്ടി പറയുന്നു.
തൃശ്ശൂരിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു മാസികയിൽ ഏതാനും മാസം മുമ്പ് വേടനെതിരെ പീഡനത്തിനിരയായ ഒരു യുവതി ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് കോട്ടയം സ്വദേശിനി ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചത്. ഇതോടെയാണ് തനിക്കുണ്ടായതിന് സമാനമായ ക്രൂരമായ ലൈംഗിക ബന്ധത്തിൻ്റെ അനുഭവങ്ങളാണ് മാസികയിലൂടെ വെളിപ്പെടുത്തിയ യുവതിക്കുമുണ്ടായത് എന്ന് ബോധ്യമായി. സമാന ദുരനുഭവങ്ങൾ നേരിട്ട മറ്റു ചിലരോടും സംസാരിക്കാൻ കഴിഞ്ഞതോടെയാണ് നിയമ നടപടിക്ക് തീരുമാനിച്ചതെന്നും യുവതി പരാതിയിൽ പറഞ്ഞു. വേടൻ പറയുന്നത് കരുതിക്കൂട്ടിയുള്ള തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണിത്, നിയമപരമായി നേരിടുമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേടൻ ഇത്രയധികം ഒരു ഫേമസ് ആയ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ശത്രുക്കളുടെ എണ്ണം കൂടിയതും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പരാതി വരുന്നതും എന്നും പറയുന്നു. ഈ യുവതി മറ്റൊന്ന് പറയുന്നത് മറ്റൊരു പെൺകുട്ടിക്കുണ്ടായ അനുഭവം തുറന്നു പറഞ്ഞപ്പോഴാണ് തനിക്കും സമാനമായ അനുഭവം ഉണ്ടായതെന്നാണ് ഈ യുവതി പറയുന്നത്. അപ്പോൾ ഒരു ഡോക്ടറാണ്. ഏതായാലും ഇക്കാര്യത്തിൽ പോലീസാണ് ഇത് അന്വേഷിക്കേണ്ടത്. കാരണം ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നത് ആദ്യഘട്ടത്തിൽ വേടനെ ഈ കഞ്ചാവുമായി പിടികൂടിയ സമയത്തും ഇത്തരത്തിൽ ഈ പുലിപ്പല്ല് ഉള്ള മാല അല്ലേ ധരിച്ചിരുന്നു. അതിൻ്റെ പേരിലും കേസെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നെ ഈ വേടൻ്റെ പാട്ട് സിലബസിൽ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ചും കുറേയേറെ വിവാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടായി. പിന്നെ ഒരു 2 വിഭാഗമായി തിരിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ജാതീയമായ രീതിയിൽ മുതലെടുപ്പിന് ശ്രമം നടക്കുന്നുവെന്ന് ചിലർ വേടനെതിരെ അഭിപ്രായം പറഞ്ഞു. വേടനെ അനുകൂലിച്ചുകൊണ്ടും ഒരു വിഭാഗം മുന്നോട്ട് വന്നു. അതുകൊണ്ട് തന്നെ സർക്കാർ പരിപാടിയുടെ ഭാഗമാക്കുന്നത് സംബന്ധിച്ചും ഒക്കെ തർക്കങ്ങളൊക്കെ നിലനിന്നിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഈ പെട്ടെന്നുണ്ടായ ഒരു വളർച്ചയാണ്. വേടൻ പണ്ടേ ഫേമസ് ആണെങ്കിലും ഇത്രയധികം കേരളക്കര മുഴുവൻ അറിയുന്നത് ഈ ഒരു സംഭവത്തിലൂടെയാണ്. അതിനുശേഷമാണ് വേടൻ ഒരു തരംഗമായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ എണ്ണം കൂടുതലാണ്. അതോടൊപ്പം കരുതിക്കൂട്ടിയുള്ള ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ നടന്നിട്ടുള്ളതെന്നാണ് വേടൻ ആരോപിക്കുന്നത്. പക്ഷേ യുവതി ഇതിന് കൃത്യമായ രീതിയിൽ നിയമപരമായി തന്നെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. യുവതിയുടെ ഈ പരാതിയിൽ പറയുന്ന കുറേ ഡേറ്റുകളും സ്ഥലങ്ങളൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും പോലീസ് ആ ഡേറ്റുകളും സ്ഥലങ്ങളൊക്കെ മാച്ചിങ് ആണോ, CCTV ഒക്കെ പരിശോധിക്കണം. അത് ആദ്യഘട്ടങ്ങളിൽ അതൊക്കെ പരിശോധിച്ച ശേഷം മാത്രമേ വേടനെ അറസ്റ്റ് എന്നൊരു കാര്യത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ പോലീസിന്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തൊരു വിഷയം കിടക്കുന്നുണ്ടല്ലോ. അന്ന് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായി. വേടൻ 2 ദിവസം കസ്റ്റഡിയിൽ വെച്ച് അങ്ങനത്തെ ഒരു ചർച്ചകളിലേക്കല്ല വലിയ കാര്യങ്ങളിലേക്കൊക്കെ പോയി. ഇപ്പോൾ സ്വാഭാവികമായിട്ടും വേടനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ മാധ്യമ ശ്രദ്ധ കിട്ടും, വലിയ വാർത്തയാവുകയും ചെയ്യും. സർക്കാർ ഇപ്പം വേടനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ എന്തായാലും സർക്കാരിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. എന്തായാലും യുവതി കൃത്യമായിട്ട് ഈ വേടന് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതിൻ്റെ തുക ഉൾപ്പെടെ എത്ര തവണ ബുക്ക് ചെയ്തിട്ടുണ്ട്, എത്ര രൂപയുടെ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് 8356 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യ കണക്ക് ഉൾപ്പെടെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ടിക്കറ്റ് ബുക്ക് ചെയ്തതിൻ്റെയൊക്കെ ഡീറ്റെയിൽ സ്വാഭാവികമായിട്ട് അവരെങ്ങനെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളതെന്നൊക്കെ എത്ര നാൾ കഴിഞ്ഞാലും നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അതിനൊക്കെ ഡാറ്റ നമുക്ക് റിക്കവർ ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ വേടന് പൈസ കൊടുത്തു എന്ന് പറയുന്നു. ആ പൈസ കൊടുത്തിരിക്കുന്നതും എങ്ങനെയാണെന്നുള്ളത് അക്കൗണ്ട് വഴിയാണോ ഇനിയല്ല ക്യാഷാണ് കൊടുത്തതെങ്കിൽ അതെന്താണെന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇവർ ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടിരുന്നു എന്ന സ്ഥലങ്ങളിൽ വെച്ച് എന്നുള്ളത് സ്വാഭാവികമായിട്ടും പോലീസ് അന്വേഷിക്കും. ഇനിയിപ്പോൾ അവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടി വരും. എന്തായാലും പോലീസ് ഇവരുടെ മൊഴി വളരെ ഗൗരവത്തിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.